ആ വീട് ചോറിനൊക്കെ ഉണ്ട്. വീഡിയോസൊക്കെ ഇനി സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം അതിനും പറ്റുന്നില്ല കേട്ടോ. എന്തായാലും ലോങ് വീഡിയോ അല്ലെങ്കിലും ഷോർട്ട് വീഡിയോ എങ്കിലും ഇടാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ കഴുകി വെക്കേണ്ടത് 4-ാം നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അമ്മ അടുക്കളയ്ക്ക് കയറുന്നതിന് മുന്നേ ചിക്കൻ കഴുകി വെക്കൽ, ഉള്ളി കട്ട് ചെയ്യൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ തീർത്തു. പിന്നെ അത് അമ്മ വന്ന് മസാല വരട്ടി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കേണ്ടത്. ഇന്ന് ബിരിയാണിയാണ്. അതാകുമ്പോൾ കുറച്ച് എളുപ്പമാണല്ലോ, പെട്ടെന്ന് നമുക്ക് പണി തീരും. അടുക്കള പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു മഴ പെയ്തത് കേട്ടോ. പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചോർച്ചയും പിന്നെ പുറത്തുനിന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ ഓടിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ നനഞ്ഞിരിക്കുകയാണ്. ഏതായാലും നനഞ്ഞതല്ലേ, അപ്പം മഴയത്ത് നിന്നിട്ട് തന്നെ പണിയെടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്ന് ആ മഴയത്ത് തന്നെ നിന്നിട്ടാണ് പണിയെടുക്കുന്നത്. ഫുള്ള് കണ്ടാൽ മനസ്സിലാവും മഴ അങ്ങനെ പെയ്യാണ് ഉള്ളിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മഴക്ക് ഇതേപോലെ ചോരുട്ടോ. ഇരുമ്പ് വെച്ച് ബെൽഡ് ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഓടിടുമല്ലോ, അങ്ങനെ ഇട്ടാണ് കേട്ടോ. ഫുള്ള് വാർപ്പ് അതിൻ്റെ ഇത് മാത്രം, അടുക്കള മാത്രം ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര വെട്ടിത്തരാണ്. ഉമ്മാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടി. ഇനിയിപ്പോൾ അത് മാറ്റണമെങ്കിൽ നമ്മൾ ഒരുപാട് നഷ്ടം വരും, ഒരുപാട് പൈസയും ചിലവാകും. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ടൊക്കെയാണ്. പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. പക്ഷേ ഇത് പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മഴയത്ത് നിന്നുകൊണ്ട് ബാക്കിയുള്ള പണികളും കൂടി തീർത്തു. ഫുള്ള് മഴ ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറും, അവിടുന്ന് വീണ്ടും മഴയും ഒരു സ്ഥലത്തേക്ക് മാറും, അങ്ങനെയായിരുന്നു. അപ്പം ഇന്നത്തെ സ്നാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയടയാണ് കേട്ടോ. ഇതിവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന ഐറ്റമാണ് കേട്ടോ. ആരെങ്കിലും വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തന്നെയാണ് ഉണ്ടാക്കുക. ഇതിൻ്റെ ബീഫും അടിപൊളിയാണ്, ചിക്കൻ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പൂവട പോലെ അതിൽ ചിക്കൻ നിറച്ച കോഴിയട, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ചെറിയതായിട്ടാണ് നമ്മൾ നിറച്ച് വെക്കണത്. ഇനി ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ സ്റ്റീം ചെയ്തെടുത്താലും അടിപൊളിയാണ്. പിന്നെ എന്താ ഞങ്ങൾ നോമ്പ് ഇറക്കാൻ വേണ്ടി ഇരുന്ന ടൈമിൽ ചെറുതായിട്ടൊരു വീഡിയോ എടുത്താണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ, ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ ഇരുന്ന് നോമ്പ് ഇറക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഇല്ലല്ലോ, എല്ലാവരും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വൈബാണ്. കുഞ്ഞാനെ ജ്യൂസ് കുടിച്ച് മുഖം ചുളിച്ചിട്ടുണ്ടാ ഞാൻ ഉണ്ടാക്കിയാന്ന് തോന്നും, പക്ഷെ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഓൺ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയാണ് അത്രയും എക്സ്പ്രഷൻ ഇടുന്നത്. ബൂസ്റ്റും ആപ്പിളും വെച്ചിട്ടായിരുന്നു ജ്യൂസ്. അപ്പോൾ അതിൽ ബൂസ്റ്റ് ഞാൻ കുറച്ച് അധികം ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ് അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കുറ്റം എനിക്ക് വന്നു. പിന്നെ അതാ കോഴിയട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു തിന്നാൻ. പിന്നെ രാത്രിയായപ്പോഴത്തേക്കും ഉമ്മ ബിരിയാണി ദമ്മിട്ട് ബിരിയാണിയും കൂടി വിളമ്പിട്ടോ. സാധാരണ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എണ്ണക്കടിയും ജ്യൂസൊക്കെ കുടിച്ചാൽ പിന്നെ ഫുള്ള് വയറ് ഫുള്ളായിട്ട് അങ്ങനെ കിടക്കും. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ തിന്നുക. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലാണെങ്കിൽ മാത്രമേ തിന്നുള്ളൂ. ഇന്നിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടി വെക്കുമ്പോൾ അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് അല്ലേ. കാരണം ഇത് നമ്മൾ ബിരിയാണി തിന്നാൻ കൊതിയായിട്ട് വെച്ചതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്താ വെച്ചെങ്കിൽ അതുണ്ടാക്കി. കാരണം കടിയാവുമ്പോഴേക്കൊരു കറിയും കാര്യങ്ങളൊക്കെ നോക്കണം. ഇതാവുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പരിപാടി കഴിയും, പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ നിന്ന് കയറാനും പറ്റും. ഒരു സാലഡും ഒരു ബിരിയാണിയും അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കാനും പറ്റി, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പെൽച്ചക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ട. ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ പെൽച്ചക്കും നല്ല രീതിക്ക് പോകട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.